ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഐബ്രോ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, വളർത്തിയെടുക്കുക എന്നുള്ളതൊക്കെയുള്ള വീഡിയോ ആണ് കേട്ടോ. എൻ്റെ പിരികെന്ന് വെച്ചാൽ ഞാൻ ഇന്നിപ്പോൾ ത്രെഡ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ ആദ്യമേ എൻ്റെ പിരികം ഇതേപോലെ തന്നെയാണ്. ഇതുമ്പോൾ വേറെ കൺമഷി ഒന്നും തയ്ച്ചിട്ടില്ല, ഡാർക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് പിരികം ത്രെഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണ്. അത് വേറെ ഒന്നും എനിക്ക് മുഖത്ത് ചെയ്യേണ്ടത് വലിയ താല്പര്യമുള്ള കാര്യമില്ല. പക്ഷേ ഇത് ഒരു മാസത്തിലൊരിക്കൽ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട്. പിന്നെ അത് തന്നെയല്ല, നമ്മളങ്ങനെ ചെയ്ത് നമുക്ക് പിന്നീട് എടുക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ എല്ലാ മാസവും അത് നമ്മൾ ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒക്കെ നമുക്ക് എങ്ങനെ തയ്യാറാക്കി അത് നമ്മൾ മറ്റേ ബ്യൂട്ടി ഇതിൻ്റെ ടിപ്സിൻ്റെ പറഞ്ഞ് ആ രീതിയിലേക്കാണ് വർത്താനം പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ പിരികം ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ചെറുതായിട്ട് നമുക്ക് ഈ പ്രായമൊക്കെ ആകുമ്പോൾ, എൻ്റെ ഈ പ്രായമൊക്കെ ആകുമ്പോഴേക്കും ഒരു 40-40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ പിരികൊക്കെ തനിയെ ഓൾറെഡി ഇങ്ങനെ കീഴ്പൊട്ടേക്ക് വരും. അപ്പം നമുക്ക് കാലത്ത് വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഒഴിവുള്ള സമയത്ത് നമുക്ക് പിരികത്തിൻ്റെ അവിടെ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിരികത്തിനത് എങ്ങനെ ഒന്ന് പൊന്തിച്ച് വയ്ക്കുക. അപ്പം നമുക്ക് ഇവിടെ പിന്നെ എനിക്ക് എപ്പോഴും ഈ ഷേപ്പ് ഒരു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അതങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലഡ് സർക്കുലേഷനും കിട്ടും ചെയ്യും. അതായത് ഇതിങ്ങനെ ചെയ്ത് നമുക്കിത് ഇവിടെ ഒരു പോയിന്റിൽ വന്ന് ഒന്ന് പ്രഷർ കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മുടെ പിരികം ഓൾറെഡി തൂങ്ങി പോവാണ്ട് നല്ല ഭംഗിയിൽ അങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പിരികത്തിൻ്റെ അവിടെ ഇതേപോലെ ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് രീതിയിൽ, വല്ലാണ്ട് പിച്ച് പൊളിക്കല്ല, ചെറുതായിട്ട് രീതിയിലൊന്ന് മസാജ് കൊടുക്കുക. അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ പിരികൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ കുറേ പ്രായമൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ പിരികൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനെ പോയി എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു കഷ്ണം കറ്റാർവാഴയുടെ ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് ചിലപ്പോഴൊക്കെ പിരികം ത്രെഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ അവരപ്പം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തലയിൽ താരനുണ്ടോയെന്ന്. അതായത് നമുക്കറിഞ്ഞില്ലെങ്കിലും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ തലയിൽ താരനുണ്ടെന്ന്. അപ്പോൾ ആ താരം വരുമ്പോൾ നമ്മൾ വിചാരിക്കും തലയിൽ മാത്രമേ മുടി കൊഴിയുള്ളൂ എന്ന്. പക്ഷേ നമ്മുടെ പിരികം പോലും നമുക്ക് കൊഴിഞ്ഞു പോകും. നമ്മളത് അറിയൂല, ശ്രദ്ധിക്കാറുമില്ല. അങ്ങനെയൊക്കെ ഗ്യാപ്പുകൾ നല്ലോണം വരുമ്പോഴാണ് നമ്മളതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കറ്റാർവാഴ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറ്റാർവാഴ തന്നെ ഈ ഒരു കഷ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക്. അത് പിരികത്തുമ്പോൾ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ തലയിൽ കറ്റാർവാഴ നമ്മൾ തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാലോ മുടി വളരുന്നുള്ളത്. അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മുടെ പിരികത്തുമ്മലും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലപോലെ മുടി വളരും ചെയ്യും. ഇവിടെ ഇതേപോലെ ഇങ്ങനെ തേക്കുമ്പോൾ നമുക്ക് നല്ലൊരു മസാജും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ടുള്ള പിരികൊക്കെ നല്ല ഫില്ലായിട്ട് വരും ചെയ്യും. ഇത് നമുക്ക് ഇതിൻ്റെ നീര്, ചിലർ പറയും ചുവന്നുള്ളി കൂടി തേക്കാനായിട്ട്. പക്ഷേ ചുവന്നുള്ളി തേച്ച് നമ്മുടെ കണ്ണിലേക്ക് നീട്ടെടുക്കില്ലേ, അതിനൊന്നും നിൽക്കണ്ട. ഈ ഒരു കാര്യം നമ്മുടെ വീട്ടിലുള്ളതാണ്, നേച്ചുറലായിട്ടുള്ളതാണ്, ഒരു പ്രശ്നമില്ലാത്തതാണ്. അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് അവണക്കെണ്ണ, കസ്റ്റർ ഓയിൽ. ഇത് വൈകുന്നേരം കിടക്കുമ്പോൾ നമ്മുടെ പിരികത്തുമ്മ ഒരൊറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 പിരികത്തുമ്മലും ഇതേപോലെ കൊടുത്ത് നമ്മൾ ആ പറഞ്ഞ മസാജ് നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പിന്നെ പിരികത്തുമ്മ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ നമുക്കത് പ്രത്യേകിച്ച് കണ്ടറിയാം. അവരെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ആ പിരികം. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ, എന്തുവാടി അതിൻ്റെ പേര്. ഇങ്ങനെ ഒരു ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവില്ലേ, ആ രീതിയിൽ നമുക്ക് അവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. എന്തോ എനിക്ക് അതിൻ്റെ അറിയില്ല, നമ്മളത് ചെയ്തിട്ടൊന്നുമില്ലല്ലോ, നമുക്കതറിയില്ല. അപ്പോൾ അത് ശരിക്ക് എന്താ പറയുക, നമുക്കതറിയാം അതെങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. നമ്മുടെ സാധാരണ പിരികമല്ല അത്, നമുക്ക് നാച്ചുറലായിട്ട് ദൈവം തരുന്ന ഒരു സാധനമല്ല നമുക്ക് പിന്നീട് കിട്ടാൻ പോണത് കേട്ടോ. അത് വേറെ ഒന്നും ചെയ്യണ്ടെന്നുണ്ട്, അത് അങ്ങനെ തന്നെ പെർമനൻ്റ് ആയിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയാന്ന് തോന്നുന്നു അതിൻ്റെ പരിപാടി, എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ നമുക്ക് പോവാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിനിപ്പോൾ
50 രൂപയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇത് തലയിലേക്കും നമുക്ക് എണ്ണയുടെ കൂടെ നമ്മൾ ഡബിൾ ഓയിൽ ചെയ്യില്ലേ, അപ്പോൾ നമുക്ക് ഈ കസ്റ്റർ ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡബിൾ ബോയിൽ തെറ്റിപ്പോയിട്ടാണ്, ഡബിൾ ഓയിൽ എന്നാണ് പറഞ്ഞത്, സോറി. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ കസ്റ്റർ ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്കത് മുടി ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഇതെല്ലാവർക്കും സൂട്ടബിൾ ആയിട്ട് വരില്ല. നമ്മൾ തേക്കണ എണ്ണയുടെ കൂടെ, ഇത് നേരിട്ട് തേച്ചിട്ട് മുടി ഒറ്റ ദിവസം കൊണ്ട് വളർത്താമെന്ന് വിചാരിക്കരുത്. നമ്മൾ തേക്കണ എണ്ണയുടെ കൂടെ വേണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മൾ തലയിൽ തേച്ച് നല്ലപോലെ പിടിപ്പിച്ച് കഴുകി കളയാനായിട്ട്. അപ്പോൾ ഒരൊറ്റെന്ന് പറഞ്ഞ ഒരൊറ്റിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഐബ്രോ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഐബ്രോ ഭംഗിയുള്ളതാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ചന്തമുള്ളതായിരിക്കും കേട്ടോ. എന്നെ പോലെ അങ്ങനെയല്ല, ഇതൊക്കെ നമുക്ക് ഒരുവിധം പ്രായം കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ തൂങ്ങി വരും. അതൊന്നും നമുക്ക് എന്തിനാ നമ്മളെ ശരീരം നമ്മളായിട്ടാണ് നശിപ്പിച്ചുണ്ടാക്കണത്. അതൊക്കെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് നേരം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ ഉണ്ടല്ലോ, ഇവർക്ക് ഇപ്പോൾ അത് മനസ്സിലാവില്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ ഇവർക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പിരികം നമ്മൾ രക്ഷിച്ചു കൊണ്ടുവരേണ്ടത്, സംരക്ഷിക്കാൻ നല്ല രക്ഷിച്ചു കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് പിരിവൊക്കെ നല്ലപോലെ സെറ്റാക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ഇതുമേ ഒരു കൺമഷി പോലും തേച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് നല്ല ഡാർക്കായിട്ട് തന്നെയാണ് എൻ്റെ പിരികം ഇരിക്കുന്നത് കണ്ടോ. ഇന്ന് ത്രെഡും കൂടി ചെയ്ത് വന്നപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ത്രെഡൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് ഷേപ്പ് ഒരു പ്രാവശ്യം ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിയിൽ വരുന്ന ആ ഒരു കുറച്ച് മാത്രമേ എടുത്ത് കളയേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഷേപ്പ് പോകാണ്ട് നമുക്ക് കിട്ടും. പിന്നെ എല്ലായിടത്തും പോയിട്ട് തല വെച്ച് കൊടുക്കരുത്. അതായത് നമ്മൾക്ക് ഒരു പാർലറിൽ നമുക്ക് അത് ഇഷ്ടപ്പെട്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെയാണ് നമ്മൾ വീണ്ടും പോകണം. അപ്പോൾ നമ്മുടെ പിരികത്തിൻ്റെ ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഷേപ്പ് എന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ വരണം എന്നാണ് പറയുന്നത്, വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നപ്പോൾ നമ്മുടെ വ്യൂസൊക്കെ പിന്നാക്കം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ കാണുന്നവർ ലൈക്ക് അടിക്കാനോ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ലൈക്കൊക്കെ ഭയങ്കര കുറവാണ്. ഒരു 60 പേരൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ 5 പേര് പോലും ലൈക്ക് അടിക്കണില്ല. കുറച്ച് വിഷമമുള്ള കാര്യമൊക്കെയാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുപ്പികളെ ഞാൻ ഇട്ട് തുടങ്ങി കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.